സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആഗോളസഭയിൽ നമ്മൾ 20-ാമത്തെ ആഴ്ച ഓർഡിനറി ടൈം. നമുക്കറിയാം 33-ാമത്തെ ആഴ്ച കഴിഞ്ഞിട്ട് ക്രിസ്തുരാജൻ്റെ തിരുനാളാണ്. തിരുസഭ നമ്മളെ ഓർപ്പിക്കുന്ന യേശുവിൻ്റെ 2-ാമത്തെ വരവിനെ കുറിച്ചാണ്. നമ്മൾ മരിച്ചിട്ടാണെങ്കിലും ജീവിച്ചിട്ടാണെങ്കിലും എല്ലാ മിഴികളും അവനെ ദർശിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ യാത്ര ചെന്ന് നിൽക്കുന്നത് അവിടെയാണ്. ഈ ഭൂമിയിലെ യാത്ര കഴിഞ്ഞിട്ട് നിത്യതയിലേക്ക് നാം പ്രവേശിക്കുവാനുള്ള ഒരു വേദിയാണത്. എല്ലാ മിഴികളും അവനെ ദർശിക്കും. ഈ ഭൂമിയിൽ മരിക്കുന്ന ഓരോരുത്തർക്കും അവരനുഭവം കൊടുക്കുമെന്നാണ് അനേകരുടെ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ ചിന്തകളൊക്കെ ആയിട്ട് ദിവസങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ അവൻ്റെ മുമ്പിലേക്കാണ് ചെല്ലുന്നത്, നിത്യതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട്. അതാണ് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് അല്ലെങ്കിൽ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് ഈശോ ഉറപ്പിച്ച് പറഞ്ഞു, ഈ ഭൂമിയിൽ വെച്ച് തന്നെ. ഇപ്പം നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ഓർഡിനറി ടൈം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കർത്താവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുമ്പോൾ നമുക്കൊന്ന് പരിശുദ്ധാത്മാവാണ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ആത്മാവിൽ ജ്ഞാനം നിറച്ചുകൊണ്ട് ദൈവിക ചിന്തകൾ. നമുക്ക് ഈ ലോകത്തിൽ അനേക കാര്യങ്ങൾ, AI യുഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എന്തെല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത്, എന്തെല്ലാം വലിയ കാര്യങ്ങളാണ്. മനുഷ്യൻ്റെയും ഭൗതികമായ നേട്ടത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ നടക്കാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ പോലും നമുക്കറിയാം ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഈശോ പറഞ്ഞുകൊണ്ട് ആകാശവും ഭൂമിയും ഒക്കെ കടന്നു പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല എന്ന്. ഇന്നലെയൊക്കെ ചിന്തിച്ചതാണ്. ദൈവവചനം നിറവേറാൻ വേണ്ടിയാണ് യേശു സഹിച്ചതും മരിച്ചതും ഒക്കെ. അപ്പോൾ ദൈവവചനം നിറവേറുക തന്നെ ചെയ്യും. ദൈവം തന്നെ മനുഷ്യനായി വന്നിട്ട് ഈ ഭൂമിയിൽ മരിക്കേണ്ടി വന്നു. കാരണം അതാ ദൈവവചനം നിറവേറുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് യേശുവിൻ്റെ മരണം, ഉത്ഥാനമൊക്കെ. അപ്പം നമ്മൾ ഇന്ന് പരിശുദ്ധാത്മ നമ്മളെ ഓർപ്പിക്കുന്നത് കഠിനമായ ഹൃദയമായ ലോകമോഹങ്ങളിലും ലോകത്തിൻ്റെ ചിന്തകളിലും. ഇന്ന് അനേകരോട് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും ഏറ്റവും കൂടുതൽ സമ്പന്നരാകണം, സമ്പന്നരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കണം. നമ്മളിത് കാണുന്നുണ്ട്. ജ്ഞാനിയായ സോളമന് പറ്റിയൊരു അബദ്ധം ഇതായിരുന്നു. നമ്മൾ ഇന്നും ചിന്തിക്കുമ്പോഴും ചരിത്രത്തിൻ്റെ ഏടുകളിൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ചിന്തിച്ച പലർക്കും പറ്റിയ അബദ്ധങ്ങൾ അത് നമ്മൾ അറിയുവാണെങ്കിൽ നമ്മളൊക്കെ നേരത്തെ രക്ഷപ്പെടുമായിരുന്നു. ഇന്ന് നമ്മളിതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിലെ ചിന്തകളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അനേകരുടെ അനുഭവങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ ബുദ്ധിയിൽ, ആലോചനയിൽ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുക. മറ്റുള്ളവരെ ഇടിച്ച് താഴ്ത്തിയാണെങ്കിലും നശിപ്പിച്ചാണെങ്കിലും കൊന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം. ഇത് സാത്താനിട്ടിരിക്കുന്ന വലിയൊരു അബദ്ധത്തിൻ്റെ ഒരു ട്രാപ്പാണെന്ന് പറയും. കാരണം നമ്മൾ ചിന്തകളിലേക്ക് നോക്കിയാൽ സഭാപ്രസംഗകന് നമുക്കറിയാം പറയുന്ന വാക്കുകളുണ്ട്. സോളമൻ്റേതാണെന്ന് പറയുന്ന പുസ്തക സഭാപ്രസംഗം അദ്ദേഹം ഇങ്ങനെയാണ് 2-ാമത്തേത് എഴുതിയിരിക്കുക. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകും, ഞാൻ അതിൻ്റെ ആസ്വാദ്യത പരീക്ഷിക്കും, എന്നാൽ ഇതും മിഥ്യ തന്നെ. പിന്നീട് മനസ്സിലായത് എഴുതി വച്ചിരിക്കുകയാണ്. ചിരി ഭ്രാന്താണെന്നും സുഖഭോഗങ്ങൾ നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി. ജ്ഞാനം ഉണ്ടായിരുന്നതുകൊണ്ട് സോളമൻ നമുക്കറിയാം, ജ്ഞാനത്തിൽ നിന്നും മനസ്സ് ഇളകാതെ തന്നെ ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ ഞാൻ നോക്കി. അനേകർ വീഞ്ഞിന് പുറകെ പോകുമ്പോൾ ഈ സോളമൻ്റെ വാക്കം ശ്രദ്ധിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ജ്ഞാനമൊക്കെ ഉണ്ട്, ജ്ഞാനം നഷ്ടപ്പെട്ടു പോകാതെ തന്നെ. അല്ലെങ്കിൽ പൗലോസിലെ പറഞ്ഞല്ലോ, വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, അല്ലെങ്കിൽ ദുരാത്മാവുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ തന്നെ കള്ളുപിടിച്ച് സന്തോഷിക്കുവാൻ വേണ്ടി ഞാനിന്ന് പരീക്ഷിച്ചു നോക്കിയെന്നാണ് സോളമൻ, ജ്ഞാനിയായ സോളമൻ, ആത്മാവ് നിറഞ്ഞവനായ സോളമൻ പറയുകയാണ്. ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ പറയാൻ, ഇതാ സോളമനേക്കാൾ വലിയവൻ. സോളമൻ്റെ ചിന്തകളെയൊക്കെ അതിജീവിച്ചായിരുന്നു യേശു ഭൂമിയിൽ ജീവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ചത് യേശു ഒരിക്കലും വീഞ്ഞു കുടിച്ച് ഉന്മത്തനായിട്ടില്ല. അതൊക്കെ വേറൊരു മേഖലയാണ്, ഇതിലേക്ക് ഞാൻ വീണ്ടും പോകുന്നില്ല. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ലോകത്തിൻ്റെ ചുവരെഴുത്തുകൾ അങ്ങനെയാണ്. പണമുണ്ടാക്കുക, കള്ളുകുടിക്കുക, സന്തോഷിക്കുക, സുബോധമറ്റ് കിടക്കുക, ആനന്ദിക്കുക, ഇതൊക്കെയാണ് ലോകം പറയുന്നത്. പക്ഷെ ദൈവവചനത്തിന് മാറ്റമില്ല. നമ്മൾ നിത്യതയിൽ അവൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ പലപ്പോഴും
അവൻ നമ്മളെ അറിയുന്നില്ല എന്ന് പറയുന്ന ഒരു മേഖല ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സോളമൻ പറഞ്ഞു വെക്കുന്ന ഇതാണ് സഭാപ്രസംഗങ്ങളിലൂടെ ഏനോ ജ്ഞാനത്തിൽ നിന്ന് മനസ്സിളകാതെ തന്നെ ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ ഞാൻ നോക്കി. മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നത് എന്തെന്നും ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ അവൻ ചെയ്യേണ്ടത് എന്തെന്നും അറിയാൻ ഞാൻ ഭോഷത്വത്തെ ആശ്ലേഷിച്ചു. ഭോഷത്വം, വിഡ്ഢിത്തത്തെ കയറ്റി പറയാ പോയി. ജ്ഞാനിയായ സോളമൻ കുറേ നാൾ ഒന്ന് അറിയാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടിയാണ്, എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഏറ്റവും ഒടുവിൽ വീണുപോയി. നമുക്കറിയാം സോളമൻ ജ്ഞാനിയായവൻ. ഇതുപോലെ ജ്ഞാനിയായിട്ടുള്ളവരാരും ഇല്ലായിരുന്നു. യേശുക്രിസ്തുവിന് മുമ്പ് നിങ്ങളൊരു ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു. ഞാൻ എനിക്ക് വേണ്ടി മാളികകൾ പണിതു, മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു, ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കി, അവയിൽ എല്ലാത്തരം ഫലവൃക്ഷങ്ങളും നട്ടു, തോട്ടം നനയ്ക്കാൻ കുളങ്ങൾ കുഴിച്ചു. എൻ്റെ വീട്ടിൽ പിറന്ന അടിമകൾക്ക് പുറമെ ദാസന്മാരെയും ദാസിമാരെയും ഞാൻ വിലയ്ക്ക് വാങ്ങി. ജെറുസലേമിലെ എൻ്റെ മുൻഗാമികൾക്കുണ്ടായിരുന്നതിനേക്കാൾ അധികം ആടുമാടുകളും എനിക്കുണ്ടായിരുന്നു. സ്വർണവും വെള്ളിയും രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനവും സ്വന്തമാക്കി. അനേകം ഗായകന്മാരും ഗായികമാരും എനിക്കുണ്ടായിരുന്നു. മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും ഞാൻ സമ്പാദിച്ചു. ജെറുസലേമിലെ എൻ്റെ മുൻഗാമികളെക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നു. അപ്പോഴും ഞാൻ ജ്ഞാനത്തിൽ നിന്ന് അകന്നുപോയില്ല. എൻ്റെ നയനങ്ങൾ അപേക്ഷിച്ചതൊന്നും ഞാൻ അവയ്ക്ക് നിഷേധിച്ചില്ല. ഞാൻ അനുഭവിക്കാത്ത സുഖമില്ല. എൻ്റെ പ്രയത്നങ്ങളിലെല്ലാം എൻ്റെ ഹൃദയം സന്തോഷിച്ചു. ഇതെൻ്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കുകയും അതിനു വേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു. എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു. സോളമൻ ഏറ്റവും പറയാം, എല്ലാം വെറും മിഥ്യയായിരുന്നു, വെറും പാഴ്വേലയുമായിരുന്നു. സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതിനാണ് ഈശോ പറഞ്ഞ ഒറ്റ വാക്കിൽ സോളമന് ജ്ഞാനം മുഴുവൻ ഒതുക്കി വെച്ചാണ് ഈശോ ഇന്നലെ ചിന്തിച്ച് യോഹന്നാൻ 6:65 ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. നിങ്ങളൊരു സോളമന് നഷ്ടപ്പെട്ടത് യേശുക്രിസ്തു നമ്മളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഈ സഭാപ്രസംഗൻ 12 ഏറ്റവും ഒടുവിൽ സോളമൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കുന്നതിന് മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. 2-3 ആഴ്ച ഞാൻ എൻ്റെ അപ്പൻ 98 വയസ്സാവുകയാണ്. നാട്ടിലായിരുന്നു. ചില കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, ഞാൻ എന്തെല്ലാം നേടി, എന്താ പ്രയോജനം, ഒരു പ്രയോജനമില്ല. അപ്പൻ ഈയിടെയെല്ലാം പറഞ്ഞതാണ്, ഒരു കുഴപ്പമില്ല, ഏറ്റവും ഇളയ സഹോദരൻ വീട്ടിൽ അപ്പന് വേണ്ടതെല്ലാം ചോദിക്കുന്നതെല്ലാം കൊടുത്ത് നല്ല സന്തോഷത്തോടെ പരിപാലിക്കുന്നുണ്ട് അവിടെ. പക്ഷെ ഉള്ളിൽ എനിക്കൊന്നും ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം അവരും ഇവരും കൊണ്ടുപോയി. ഞാനിങ്ങനെ ഇടയ്ക്ക് പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് ശരിക്കും അപ്പനോടൊത്ത് കുറേ നാൾ ദിവസങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. സന്ധ്യാപ്രാർത്ഥനയും അല്ലാത്ത പ്രാർത്ഥനയും കിടക്കാൻ പോകുമ്പോൾ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് അപ്പൻ്റെ കൂടെ ആയിരുന്ന ദിവസങ്ങളായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഏതാണ്ട് ആ പ്രായമായപ്പോൾ ശരിക്കും ഓർമ്മ ഒക്കെ കുറഞ്ഞു. എന്താണെന്ന് നന്മകളോ ചെയ്ത കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം പറയുന്നല്ലോ, ഒന്നും ശരിയായില്ലെന്ന് എപ്പോഴും പറയുന്നത്. അത് ഞാൻ ചിന്തിച്ചു, എൻ്റെ ദൈവം ഇത് വചനമാണല്ലോ, ദൈവം എന്ന് സോളമൻ പറഞ്ഞാണിത്. ഇങ്ങനെ ഒന്നും എല്ലാം വെറുതെയാ എന്ന് പറയുന്ന ആ ഒരു പ്രായമാകുന്നതിന് മുമ്പ് തന്നെ അല്ലേ, സങ്കീർത്തനം പറഞ്ഞ് ഏറിയാൽ 70-80 അപ്പോഴൊക്കെ പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എന്താ, ദൈവത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തെ എനിക്കിതൊന്നും തന്നില്ല, ദൈവം ആണൊക്കെ പറയും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇത് തിന്മയുടെ ഒരു പ്രവൃത്തിയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഈ ലോകത്ത് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ അനേകം മനുഷ്യരിന്ന് അങ്ങനെയാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും ക്രിസ്ത്യാനികൾ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും വായിക്കാതെ വീണ്ടും ഇതിൻ്റെ പുറകെ പോവുകയാണ്. ഈ സോളമൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ ഒന്നും അറിയുകയായിരുന്നെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം ബുദ്ധിയിലും ആലോചനയിലുമായി പോകുന്നവരുണ്ട്. ഇന്നലെ ചിന്തിച്ചല്ലോ, തിമോത്തിയോട് പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കറിയാം. ഇന്നലെ ചിന്തിച്ച ഒരു കാര്യം ഞാൻ വീണ്ടും പോകുന്നില്ല മുഴുവനും. 1 തിമോത്തി 6:9 വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്ല, ഇന്ന് ലോകത്തിലെല്ലാവരുടെയും ചിന്തയാണ്. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അനേകരൊന്നും ലോകത്തിൽ അങ്ങനെ ആകുന്നുണ്ട്. ഏത് രീതിയിലാണെന്ന് നമുക്കറിയില്ല. ലോകത്തിൽ ഏറ്റവും പ്രഗത്ഭരും ധനവാന്മാരുമായ അനേകരുണ്ട്. എങ്ങനെയെങ്കിലും ധനവാന്മാരാകണമെന്ന ഒരാഗ്രഹമുണ്ടെങ്കിൽ
നമ്മൾ ഇന്ന് ചിന്തിച്ചൊരു കാര്യമുണ്ടല്ലോ, യേശു ക്രിസ്തു സോളമനേക്കാൾ ജ്ഞാനിയായവൻ. അപ്പൻ്റെ പ്രൗഢിയിലാണ് സോളമൻ, ദാവീദിൻ്റെ പ്രൗഢിയിൽ രാജകൊട്ടാരത്തിലാണ് ഈ സോളമൻ ജനിച്ചത്. സോളമനേക്കാൾ ജ്ഞാനിയായ യേശു പറഞ്ഞ എന്താ നോക്കറിയില്ല. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ യേശു തീരുമാനമെടുത്ത് ഞാൻ ജനിക്കാൻ പോകുന്നത് ഒരു കാലിത്തൊഴുത്തിലായിരിക്കും. രാജകൊട്ടാരത്തിൽ രാജാവ്, ഇസ്രായേലിൻ്റെ രാജാവ് രാജകൊട്ടാരത്തിലാണെന്ന് കരുതിയാണ് 3 രാജാക്കന്മാർ ഹെറോസിൻ്റെ കൊട്ടാരത്തിലെത്തിയത്. അത് ലോകത്തിൻ്റെ അറിവായിരുന്നു. എന്നാൽ ദൈവിക ജ്ഞാനം നിറഞ്ഞവനായ യേശു തീരുമാനമെടുത്ത് പറഞ്ഞു, അപ്പാ എനിക്ക് രാജകൊട്ടാരം വേണ്ട, എനിക്ക് റോമിലെ സീസറിൻ്റെ കൊട്ടാരത്തിൽ നിന്നും ജനിക്കണം. അന്നത് ഏറ്റവും വലിയ ചക്രവർത്തിയാണല്ലോ. റോമിൻ്റെ അധീനതയിലായിരുന്നു ജെറുസലേം, ഇസ്രായേലും ഒക്കെ. ആ ഇസ്രായേലിൽ തന്നെ ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട, ആരും സഹായത്തില്ലാതെ കന്നുകാലികൾ മാത്രമുള്ള ഒരു തൊഴുത്തിൽ ആരുടെ സഹായമില്ലാത്തവനാ ഏറ്റവും ദരിദ്രനായിട്ടാണ് ഏറ്റവും ജ്ഞാനിയായ യേശു ജനിച്ചത്. എടുത്ത തീരുമാനം അതായിരുന്നു. പ്രിയമുള്ളവരെ, ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടും നിരവധി വ്യാമോഹങ്ങളിലേക്ക് നിബന്ധിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. നമ്മൾ ഈ വചനം നമ്മുടെ ജീവിതവുമായിട്ട് അല്ലേ, നമ്മൾ പലപ്പോഴും നമ്മുടെ വെയിറ്റ് നോക്കാൻ നമ്മുടെ ബാത്റൂമിലെ സ്കെയിലിൽ കയറി നിൽക്കും അല്ലെ ബ്ലഡ് ഷുഗർ നോക്കാൻ നമ്മളുടെ ബ്ലഡ് ചെക്ക് ചെയ്യും. ഇതുപോലെ നമ്മുടെ ജീവിതം ആത്മാവിൽ നമ്മളെ അറിയാനായിട്ട് നമ്മൾ വചനത്തിൽ കയറി നിൽക്കണം. വചനവുമായിട്ട് നമ്മുടെ ജീവിതത്തെ തട്ടിച്ചു നോക്കണം. നമ്മുടെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നതല്ല. ധനമോഹത്തിലൂടെ പലരും, ഞാനും നിങ്ങളും, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനിടയായിട്ടുണ്ട്. എന്താ ഒരു പ്രയോജനമില്ലാതെ പോയി, ചെയ്തതൊന്നും ഒരു പ്രയോജനമില്ലാതെ പോയി എന്ന് ചിന്തിക്കും. ഈ വചനമൊക്കെ നമ്മുടെ ജീവിതത്തിലും എല്ലായിടത്തും വചനം നിറവേറും. പ്രിയമുള്ളവരെ, ഇപ്പം നമ്മുടെ ജീവിതത്തിൽ സോളമൻ പറഞ്ഞത്, യേശു പറഞ്ഞത്, സോളമൻ ഏറ്റവും ജ്ഞാനിയായിരുന്നു. നമുക്കറിയാം നല്ല കാര്യങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1 രാജാക്കന്മാരിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം സോളമനോട് ചോദിച്ചപ്പോൾ ജ്ഞാനം അത് വേണമെന്ന് പറഞ്ഞു. പക്ഷേ ക്രമേണ ലോകത്തിൻ്റെ പിന്നാലെ പോയപ്പോൾ ജ്ഞാനമൊക്കെ നഷ്ടപ്പെട്ടു പോയി. സോളമൻ്റെ മകൻ്റെ കാലത്ത് എല്ലാ രാജ്യം പോലും ചിതറിക്കപ്പെട്ടു, ഛിന്ന ഭിന്നമായി തീർന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ആഗോള സഭയിൽ ചിക്കാഗോയിൽ നിന്ന് മേരി ജേക്കബ് പണയപ്പറമ്പിൽ നിന്ന് ഈ വ്യാഴാഴ്ച ദിവസം തിരുവനന്തപുരത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ ഇന്ന് ഒന്നാമത്തെ വായന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാമത്തെ അധ്യായം 22 തൊട്ടാണ്. ഇസ്രായേൽ ഭവനത്തോട് പറയുക എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഇസ്രായേൽ ഭവനം. യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിലൂടെ ദൈവമക്കളായി മാറിയ നമ്മളാണ് ഇസ്രായേൽ ഭവനം. യഹൂദർ ഇനിയും വരാനുണ്ട്. അങ്ങനെ ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് അല്ലച്ചെന്ന് ഇസ്രായേൽ ഭവനമേ, നിങ്ങളെ പ്രതിയെല്ലാം, നമ്മളെ ക്രിസ്ത്യാനികളെ നമ്മൾ എത്തിച്ചേർന്ന ഇടങ്ങളിൽ നമ്മൾ യേശുവിൻ്റെ നാമം, ദൈവിക നാമം അശുദ്ധമാക്കിയെന്നാണ് പ്രവാചകൻ പറയുക. നിങ്ങൾ എത്തിച്ചേർന്ന ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമത്തെ പ്രതിയാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കി എൻ്റെ ശ്രേഷ്ഠമായ നാമത്തിൻ്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും. നമ്മുടെ പ്രവൃത്തി കൊണ്ട് എത്ര പേർ യേശുവിനെ അറിയാം എന്നൊക്കെ ചിന്തിച്ചാൽ നമ്മളെക്കുറിച്ചൊരു ആത്മീയ ദൗത്യമുണ്ട്. നമ്മളിലൂടെ അനേക രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ നമ്മുടെ കുടുംബം, എക്സ്റ്റെൻഡഡ് ഫാമിലി, നമ്മളായിരിക്കുന്ന ഗ്രാമം, നമ്മളായിരിക്കുന്ന വില്ലേജ്, കൗണ്ടി, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളൊക്കെയും നമ്മളിലൂടെ ദൈവാനുഭവത്തിലേക്ക് വരാനായിട്ടാണ് ദൈവം നമ്മളെ അങ്ങോട്ട് അയച്ചത്. നമ്മൾ വഴിതെറ്റിപ്പോയി. നമ്മുടെ ചിന്തകളൊക്കെ മാറി വെറും പണത്തിൻ്റെയും ലോകമോഹങ്ങളുടെ പിന്നാലെ പോയപ്പോൾ നമ്മൾ ദൈവനാമം അവരുടെ മനുഷ്യരുടെയിൽ, അനേകരുടെ ഇടയിൽ നോർത്തേക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നേടിയെന്ന് ഉള്ളം പറയും. കുറേ പേരിങ്ങ് പോയാലെന്താ, കാശുണ്ടാക്കിയില്ലേ? പ്രിയമുള്ളവരെ, അത് നാശത്തിലേക്കുള്ള വഴിയാണ്. ദൈവിക ജ്ഞാനം ദൈവവചനമാണ്. ഞാൻ പറഞ്ഞു, ക്രിസ്തുവിനെ മുഖാമുഖം ദർശിക്കാനുള്ളൊരു പോക്കിലാണ് നമ്മുടെ ഈ യാത്ര. ഞാൻ പറഞ്ഞു, ക്രിസ്തുരാജൻ്റെ തിരുനാളിലേക്ക് സഭ വരുമ്പോൾ അത് യേശുവിൻ്റെ 2ാമത്തെ വരവിനെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനമാണ്. 20ാമത്തെ ആഴ്ചയുണ്ട്, 14 ആഴ്ചയും കൂടെ, അല്ലെങ്കിൽ ഒരു 34ാമത്തെ ആഴ്ച. അതെ, ഒരു 14 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷിക്കണം. 14ാമത്തെ ആഴ്ച നമ്മുടെ മരണവും നമ്മുടെ ഉത്ഥാനവും അല്ല യേശു ക്രിസ്തുവിനോട് ആയിരിക്കുന്നതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുനാളുകളൊക്കെ. അപ്പം നമ്മൾ ഇന്ന് പറയുകയാണ്, കർത്താവ് നമ്മൾ അശുദ്ധമാക്കിയ
യേശുവിൻ്റെ നാമമുണ്ടല്ലോ നമ്മൾ പോയിടത്തൊക്കെ. ഞാൻ പ്രവർത്തിക്കാൻ അത് നേരെയാക്കാൻ വേണ്ടിയാണ്. ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ ശ്രേഷ്ഠ നാമത്തിൻ്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും. തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നിങ്ങളിലൂടെ എൻ്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് ജനതകൾ അറിയും എന്ന് പറഞ്ഞാൽ നമ്മൾ തകർന്ന തരിപ്പണമായി അങ്ങനെയാണല്ലോ നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ. നമ്മൾ അനേകം വിശുദ്ധരുടെയൊക്കെ ജീവിതം, ലോകമോഹങ്ങളിൽ പാപത്തിൻ്റെ അശുദ്ധി ജീവിച്ചിട്ട് അവരവിടെ പൗലോസ് അല്ലേ, സാവൂളായിരുന്നപ്പോൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ട് നടന്നിട്ട് അവൻ ദൈവാനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിലേക്ക് യേശുവാണ് കർത്താവെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ യേശുവിൻ്റെ നാമം അനേകരുടെ ഇടയിൽ വിശുദ്ധമാക്കപ്പെട്ടു. യഹൂദരുടെ ഇടയിൽ പോലും സാവൂൾ പൗലോസായി ക്രിസ്തുവിനെ പ്രഘോഷിച്ചപ്പോൾ സാവൂൾ അശുദ്ധമാക്കിയ യേശുവിൻ്റെ നാമം സാവൂളിലൂടെ തന്നെ ഉന്നതമാക്കിയ ദൈവം നമ്മളുടെ ജീവിതത്തിൽ അങ്ങ് നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ മക്കളുടെ ജീവിതത്തിലോ മക്കളുടെ മക്കൾ എല്ലാം തകർന്നു പോകും. നമ്മൾ ദൈവത്തെ അറിയാൻ ഇടയാകും. നമ്മൾ ഈ കണ്ടതും ഈ നേടിയതും ഈ എല്ലാം വെറുതെയാണെന്ന് അന്ന് പറയും. സോളമൻ തിരിച്ചറിഞ്ഞ പോലെ ഇതൊരു വെറും മിഥ്യയാണ്, ഒരു പ്രയോജനമില്ല ഈ പോക്ക് എന്ന് ദൈവം ഇടയാക്കുമെന്നാണ് ഇന്ന് എസെക്കിയേൽ വിളിച്ചു പറയുന്നത്. ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുമ്പോൾ ഫിസിക്കലായിട്ടുള്ള രാജ്യം ആത്മീയമായിട്ടാണ് ദൈവരാജ്യം. സാത്താൻ്റെ രാജ്യത്തിൽ നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂടി ദൈവരാജ്യത്തിലേക്ക്, ദൈവത്തെ അറിയുന്നവരും അനേകരെ ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളുമാക്കി നിങ്ങളിലൂടെ അനേകരെ അറിയാൻ വേണ്ടി ഞാൻ നിങ്ങളിൽ ഇടയാക്കുമെന്നാണ് യേശുക്രിസ്തുവിലൂടെ സംഭവിക്കാമെന്നൊരു കാര്യമാണ് എസെക്കിയേലും പ്രവചിച്ചത്. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ നിർമ്മലമാക്കും. എന്താ വിഗ്രഹങ്ങൾ? നമ്മൾ കാണുന്ന പണവും പേരും പ്രതാപവും ലോകമോഹങ്ങളും ജഡികതയും സൗന്ദര്യവും പ്രതാപവും ഇതൊക്കെയാണ് വിഗ്രഹങ്ങളെന്ന് ഇവിടെ എസെക്കിയേൽ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് പകരം നമ്മുടെ ആത്മാവിൽ വന്നുകൂടിയിരിക്കുന്ന അനേക കാര്യങ്ങൾ. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും, സകല വിഗ്രഹങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. അതായത് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നിങ്ങൾക്ക് നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. എല്ലാ വിശുദ്ധ കുർബാനയിലും നമ്മൾ കേൾക്കും, ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ, അങ്ങയുടെ ആരാധകരുടെ ഈ സമൂഹത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ എന്ന് ഓരോ വിശുദ്ധ കുർബാനയിലും കേൾക്കുന്നതിനാണ്. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എല്ലാ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്ന ശ്രദ്ധയുള്ളവരുമാക്കും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്തെ നിങ്ങൾ വസിക്കും, എല്ലാം നന്മയായിട്ട് മാറും. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. എല്ലാ അശുദ്ധിയിൽ നിന്നും ഞാൻ നിങ്ങളെ മോചിപ്പിക്കും. ഇത് ദൈവമായ കർത്താവ്. നമ്മൾ ഒരു മനുഷ്യനും നരകത്തിൽ പോകാനായിട്ട് ഈശോയ്ക്ക് ആഗ്രഹമില്ല. വീണ്ടും വീണ്ടും പറഞ്ഞാണ്. അതായത് നമ്മൾ എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ പോയാലും കുഴപ്പമൊന്നും, നരകം ഉണ്ടോ എന്ന് ആർക്കറിയാം. ഇങ്ങനെ അടിച്ചു പൊളിച്ച് ആസ്വദിക്കുന്ന നരകമൊന്നുമില്ല, അതൊക്കെ ചുമ്മാ പറഞ്ഞാന്ന് പറഞ്ഞ് പോകുന്നൊരവസ്ഥയുണ്ട് ലോകത്തിൽ. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഈശോ കുരിശിൽ വന്ന് നമ്മുടെ പാപങ്ങൾ നമ്മുടെ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈശോ നരകത്തിൽ നമ്മളെയും കൊണ്ടാണ് ഇറങ്ങിയത്. പലപ്പോഴും ചിന്തിച്ചാണ് അതൊക്കെ. നമ്മളെയും ഉള്ളിൽ വഹിച്ചുകൊണ്ട് നമ്മൾ പോകേണ്ടടുത്ത് നമ്മളെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് യേശു കുരിശിൽ തൂങ്ങിക്കിടന്നു. നമ്മൾ കിടക്കേണ്ടതിന് പകരം നമ്മളെ ഉള്ളിൽ കയറ്റിയിട്ട് യേശു, അപ്പം നമ്മൾ കിടന്നത് തുല്യമാണ്. യേശു കുരിശിൽ കിടക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ നമ്മളുണ്ട്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ കേൾക്കുന്നൊരു വചനമുണ്ടല്ലോ, ത്രൂ ഹിം, വിത്ത് ഹിം, ഇൻ ഹിം. വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നുണ്ട്. നമ്മൾ അവനെ കാഴ്ചവെപ്പിന് സമയത്ത് നമ്മളെ കൊടുക്കുമ്പോൾ, അപ്പത്തോടും വീഞ്ഞോട് കാഴ്ചവെക്കുമ്പോൾ അവൻ്റെ ശരീര രക്തമായിട്ട് മാറുമ്പോൾ നമ്മൾ അവൻ്റെ ഉള്ളിലാകുകയാണ് സംഭവിക്കുന്നവിടെ. വിശുദ്ധ കുർബാന സ്ഥാപിച്ച് യേശു അതിനുവേണ്ടിയാണ് മനുഷ്യരെ അവൻ്റെ ഉള്ളിലാക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ കുരിശ് പീഡാസഹന സമയത്ത് യേശു നമ്മളെ സ്നേഹിച്ചു, നമ്മളെ ഉള്ളിൽ സ്വീകരിച്ചു. നമ്മൾ കിടക്കേണ്ടതെന്ന് പറഞ്ഞാൽ യേശു നമ്മളെ ഉള്ളിൽ വഹിച്ചു. യേശുവിൻ്റെ ഉള്ളിൽ കുരിശിൽ കിടക്കുന്ന യേശുവിൻ്റെ ഉള്ളിൽ ആത്മാവിൽ നമ്മൾ ഉണ്ടായിരുന്നു. യേശു കല്ലറയിൽ കിടക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടായിരുന്നു. യേശു പാതാളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ, നരകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ പോകേണ്ടടുത്ത് യേശു നമ്മളെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ഇറങ്ങി. യേശു അവിടെ നിന്ന് തിരികെ ആരോഹണം ചെയ്തപ്പോൾ സങ്കീർത്തനം 68 പറഞ്ഞു, അസംഖ്യം തടവുകാരെയുമായിട്ട് അവൻ ആരോഹണം ചെയ്തു.
നമ്മൾ അവൻ്റെ ഉള്ളിൽ ആത്മീയമായിട്ട് നരകത്തിൽ പോയി കിടക്കേണ്ട നമ്മളെ അവിടെ ഇറക്കിക്കൊണ്ട് അവിടുന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ട് വന്നു. നമ്മളെ യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവൻ്റെ ഉള്ളിൽ നമ്മളുണ്ടായിരുന്നു. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് കൊളോസ്യ ലേഖനത്തിൽ പൗലോസ് പറയും, തെസ്സലോനിക്കയിലും പറയുന്നുണ്ട്, നിങ്ങൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തു ആയിരിക്കുന്നിടത്തുള്ള കാര്യങ്ങളെ ചിന്തിക്കാൻ നിങ്ങളുടെ സ്ഥാനം അവിടെയാണ്. അവൻ നിങ്ങളെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ കയറിയത് പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്കാണ്. ഇന്ന് അവിടെ ആരോഹിതനായിരിക്കുമ്പോൾ അവിടെ നമ്മൾ എത്തേണ്ടതാണ്. ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഈ ഒരു ആത്മീയ അറിവ് നമുക്കുണ്ടായി. ലോകമോഹങ്ങളിൽ കുരുങ്ങി നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ ഈശോ ഓർപ്പിച്ചതാണ്. വിവാഹ വസ്ത്രം അല്ലേ, ഒരു വിവാഹ വിരുന്നിൻ്റെ ഉപമയാണ്. ഞാൻ ദീർഘമായിട്ടതിലേക്ക് പോകുന്നില്ല. വിവാഹത്തിന് വിരുന്നൊക്കെ ഒരുക്കിയിട്ട് അനേകരെ വിളിച്ചവരാരും വന്നില്ല. അപ്പോൾ വീട്ടുടമ പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി കാണുന്നവരെയൊക്കെ വിളിച്ചു. കാണുന്നവരൊക്കെ വിരുന്നുശാല നിറയട്ടെ, എല്ലാവരെയും പോയി വിളിച്ചു കൊണ്ടുവന്ന എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും. ഇത് തൻ്റെ ജനമായ ഇസ്രായേലും ക്രിസ്ത്യാനികളായ നമ്മളുമൊക്കെ വരേണ്ടടുത്ത് അനേകരെ വഴിയിൽ കണ്ടവർ എല്ലാം വിളിച്ചു. ലോകമെങ്ങും പോയി സകല ജാതികളോടും ഈ സുവിശേഷം പ്രസംഗിക്കുക. നമ്മളൊക്കെ ഒരു വിഷയം അവിടെ കയറാൻ പറ്റാതെ 10 കന്യകൾ 5 പേര് കയറാതെ വാതിൽ അടയ്ക്കപ്പെട്ടതുപോലെ ഒരു സാധ്യത ഉണ്ടാകാനിടയുണ്ട്. പക്ഷേ നമ്മൾ ഒരുങ്ങി ഈ ഭൂമിയിൽ മരിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് വിശുദ്ധമാണെങ്കിൽ നമുക്ക് അവിടേക്ക് പ്രവേശനമുണ്ട്. നമ്മുടെ ഉള്ളം വിഗ്രഹങ്ങളും ലോകമോഹങ്ങളും ധനവും പ്രതാപവും ലോകത്തിൻ്റെതൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രവേശനം ലഭിക്കില്ല. അവിടെ പിമ്പന്മാരാകുന്ന മുമ്പന്മാരാകുന്ന ബിംബന്മാരും ഉണ്ടെന്ന് ഈശോ അവിടെ ഓർപ്പിക്കണം. അവിടെ ചിലർ അകത്ത് കയറാൻ പറ്റാതെ വിലാപവും കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇതൊക്കെ കർത്താവ് തൻ്റെ വരവിനെക്കുറിച്ച് ഓർപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് വിവാഹ വിരുന്നിൽ ഇപ്പോൾ ഒരാൾ അവിടെ ഇരിക്കുന്നത് വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടിട്ട് ചോദിച്ചു, എന്താ സഹോദര, നീ എന്താ വിവാഹ വസ്ത്രം വഴി കണ്ടിട്ട് വിളിച്ചിട്ട് വന്നാണ്, വിവാഹ വസ്ത്രം ധരിക്കാതെ എന്താ അവിടെ കയറിയിരിക്കുന്നത്? എന്ന് പറഞ്ഞ് അവനെ കൈകാലുകൾ കെട്ടി പുറത്തേക്ക് എറിയാൻ പറഞ്ഞു. ഇതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്, എന്നെ ചുമ്മാ വഴി കണ്ടവനെ വിളിച്ചു കയറ്റി അകത്ത് കയറ്റിയിട്ട് പറയാറ് അവനെ കൈയും കാലും കെട്ടി പുറത്തേക്ക് എറിയാൻ. പിള്ളേരെ, ഇത് യേശു കരുണയുള്ളവനാണ്, കർത്താവ് കരുണയുള്ളവനാണ്. പക്ഷേ നമ്മൾ അവന് ചേർന്ന വസ്ത്രം അവന് ചേർന്ന വിശുദ്ധിയുടെ വസ്ത്രം കറയോ ചുളിവോ ഇല്ലാതെ ഇന്ന് നമ്മളെ മണവാട്ടിയെ മണവാളൻ സ്വീകരിക്കാൻ നിൽക്കുന്നത് പോലെ, വെണ്മ വസ്ത്രം ധരിച്ചുകൊണ്ട് മണവാട്ടി വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ നിൽക്കുന്നത് പോലെ നമ്മുടെ ആരാണിവർ? വെള്ള നിലയങ്കി അണിഞ്ഞ ഇവർ, കയ്യിൽ കുരുത്തോലയുമായ മണവാളനെ എതിരേൽക്കാൻ പോകുന്ന ആരാണിവർ? ഇവർ ഭൂമിയിലെ വലിയ ഞെരുക്കത്തിലൂടെ കടന്നു വന്നവരാണ്. കർത്താവിൻ്റെ വചനത്തെ സാക്ഷിയായി ജീവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ മരിച്ചുപോയവരാണ് ഇവരെന്നവർ. അതായത് ശുഭമായ ഒരു ആത്മീയത, വിശുദ്ധമായ ഒരു ആത്മാവ് നമുക്കുണ്ടായിരിക്കണം. വെള്ള വസ്ത്രം എന്നൊക്കെ പറഞ്ഞതാണ്. അല്ലെങ്കിൽ നമ്മളവിടെ പുറത്താക്കപ്പെടുമെന്ന് സങ്കീർത്തകൻ ഇന്ന് നമ്മളെ ആഗോള സഭയിൽ ഓർപ്പിക്കുന്ന സങ്കീർത്തനം 51 ദാവീദ്, ജ്ഞാനിയായ ദൈവകൃപ ലഭിച്ച ദാവീദ് ശരീരത്തിന്റെ ആഗ്രഹം, കണ്ണിന്റെ ആഗ്രഹ നിമിത്തം കണ്ണിലൂടെ കണ്ടുകൊണ്ട് ഒരു സ്ത്രീയുടെ നഗ്ന ശരീരം കണ്ടുകൊണ്ട് അവളെ വിളിച്ച് വ്യഭിചാരം ചെയ്തുകൊണ്ട് അവളെ ബലാത്സംഗം ചെയ്തുകൊണ്ട് അവളിലൂടെ പാപം ചെയ്ത ദാവീദിനുണ്ടായ വലിയ വലിയ കഷ്ടതയുടെ നടുവിൽ നാഥാൻ പ്രവാചകൻ വന്ന് പറഞ്ഞപ്പോൾ ദാവീദ് കരഞ്ഞ് അനുദപിച്ച് ചാരത്തിലിരുന്ന് ചാക്കൊടുത്ത് എഴുതിയ സങ്കീർത്തനമാണ് നമുക്ക് ഓരോരുത്തർക്കും അനുതാപത്തിന് സങ്കീർത്തനമായി 51 സങ്കീർത്തനം നൽകിയിരിക്കുന്നത്. അവിടുന്ന് 10 തൊട്ടാണ് ദൈവമേ നിർമ്മലമായ ഹൃദയം എന്ന് പറഞ്ഞാൽ കഠിനമായ ഹൃദയം. ഇതൊക്കെ വെറുതെയാണ്. ഈ വചനവും ഈ സഭയും ഈ കൂദാശി കുർബാനയൊക്കെ ഇതൊക്കെ വരെ പണിയൊന്നും ഇല്ലാത്തതാണ് എന്ന് പറയുന്ന അനേക കഠിന ഹൃദയമായ അവസ്ഥയിൽ നിന്നും എന്നെ രക്ഷിക്കണം. ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായൊരു നവ ചൈതന്യം, അത് ഉറപ്പുള്ള പരിശുദ്ധാത്മാവിനെ എന്നെ നിക്ഷേപിക്കണമേ. അങ്ങയുടെ മാമോദിസ നമുക്ക് കിട്ടിയതാണ്, നഷ്ടപ്പെട്ടു പോയെങ്കിൽ വീണ്ടും അനുതാപത്തിലൂടെ കുംഭസാരത്തിലുള്ള ഒരുക്കമെന്ന് ഞാൻ പറയും. സങ്കീർത്തനം 51 അനുതാപത്തോടെ ദൈവം എന്നോട് ക്ഷമിക്കണമേ എന്ന്. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി, കഠിനമായ ഹൃദയമല്ല, കല്ലുപോലെ കഠിനമായ ഹൃദയമല്ല, മാംസമായ ഹൃദയം നൽകി. വിത്ത് വിതയ്ക്കാൻ പോയത് പാറപ്പുറത്ത് വീണ വിത്ത് എല്ലാം ഉണങ്ങിപ്പോയി, ആഴമില്ലാത്ത മണ്ണിൽ വീണത് ഉണങ്ങിപ്പോയി. എന്നാൽ ഒരു ഇളക്കമുള്ള നല്ല മണ്ണിൽ, നല്ല നിർമ്മലമായ നിഷ്കളങ്കമായ ഒരുക്കമുള്ള ഹൃദയം, അതാണ് ഒരുക്കിയ മണ്ണ് അല്ലേ. നമ്മൾ വിത്ത് വിതയ്ക്കുന്ന ഒരുക്കിയ മണ്ണിലാണ്, ചുമ്മാ പാറപ്പുറത്ത് കൊണ്ട് വിത്ത് വിതയ്ക്കുമായിരിക്കും. അപ്പം നമ്മുടെ ഹൃദയം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നല്ല ഒരുക്കമുള്ള ഒരു ഹൃദയം
ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും, പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തവാഹത്തിനെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടാവുകയില്ല. ഉരുകിയ മനസ്സ്, എളിമയുള്ള ഹൃദയം, എളിമയുള്ള വിശുദ്ധമായ ഒരു ഹൃദയമാണ് ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. ഈശോ നമ്മൾ ഓർപ്പിക്കുകയാണെന്ന് ബലി അർപ്പിക്കണം, പക്ഷെ ഒരുക്കമുള്ള ഹൃദയത്തോടെ നിഷ്കളങ്കമായ മനസ്സോടെ ആയിരിക്കട്ടെ. ഉരുകിയ മനസ്സ്, അനുതാപമുള്ള മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. കല്ലുപോലെ കഠിനമായ പാറയല്ല, പാറ പിളർന്ന് അതിൻ്റെ ഉള്ളിലെ ആ ആഴത്തിലുള്ള മണ്ണിലേക്ക് വചനം കടന്നു ചെല്ലാൻ ഹൃദയം തുറന്ന അതല്ലേ അങ്ങ് പ്രസാദിയോന് നന്മ ചെയ്യണമേ എന്ന്. സങ്കീർത്തനം അനുതാപത്തിൻ്റെ ഒരു മേഖലയാണ് നമ്മളെ ഇന്ന് ഓർപ്പിക്കുന്നത്. സങ്കീർത്തനം 24 പലപ്പോഴും ചിന്തിച്ചതാണ്. നമ്മൾ പറയുകയാണ് ഒരു അറിവുണ്ട്. എന്താ സങ്കീർത്തനം 24? ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലം അതിലെ സകല നിവാസികളും കർത്താവിൻ്റെതാണ്. നമ്മുടെ പണവും സമ്പത്തും സ്വത്തും നമ്മുടെ ഭൂമിയും നമ്മുടെ ആരോഗ്യം എല്ലാം 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 ദൈവത്തിൻ്റെ ദാനമാണെന്ന് സങ്കീർത്തനം 24 പറയാണ്. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലം സകല നിവാസികളും കർത്താവിൻ്റെതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ച് നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. വീണ്ടും കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തോടൊപ്പം ആർക്ക് നിൽക്കാൻ പറ്റും? അവൻ എഴുന്നള്ളി വരുമ്പോൾ കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയമുള്ളവൻ. അതെ, നിർമ്മല ഹൃദയം ആരെയും വഞ്ചിക്കുന്ന മനസ്സല്ല, ആരെയും നശിപ്പിക്കാൻ തീരുമാനമെടുത്ത മനസ്സല്ല. ആരെങ്കിലും തകർന്നു വീഴട്ടെ, ആരെങ്കിലും നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സല്ല. എല്ലാവരും നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മനസ്സ്. കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയമുള്ളവൻ. മിഥ്യയുടെ മേൽ സോളമൻ ഓർപ്പിച്ച എല്ലാം മിഥ്യയാണ്. മിഥ്യയുടെ മേൽ ലോകത്തിൻ്റെതായുള്ള മിഥ്യയാണ്. മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊല്ലി രക്ഷകനായ ദൈവവന് നീതി നടത്തി കൊടുക്കും. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിൻ്റെ ദൈവത്തെ തേടുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുർബാനയിൽ വായിക്കുന്ന സങ്കീർത്തനമാണ് ഇതൊക്കെ. ഈ സങ്കീർത്തനം 15 കർത്താവ് അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹത്തിനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ആണ് യേശു. ജീവിതം ബലിയായി കൊടുത്തുകൊണ്ട് വചനം നിറവേറാൻ വേണ്ടി തൻ്റെ ജീവിതം തന്നെ ബലിയായി കൊടുത്തവൻ, നഷ്ടം സഹിച്ചുകൊണ്ട് പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ, കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ. ഇങ്ങനെയുള്ളവർ നിർഭയരായിരിക്കും. ഇങ്ങനെയുള്ളവരാണ് അനുഗ്രഹത്തോടെ നിൽക്കുകയും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമ്മളെ സമർപ്പിക്കുക. അമ്മ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ മാത്രം എന്നെ നിറവേറിയാൽ മതി, വേറൊന്നും വേണ്ട. ദൈവമേ, നിന്റെ ഹൃദയം, നിന്റെ ആത്മാവ് എന്നിൽ നിറവേറട്ടെ, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. എൻ്റെ ദൈവമേ, ആ ഒരു അറിവ്, കല്ലുപോലെ കഠിനമായ ഞങ്ങളുടെ ഹൃദയം ഈ ഭൂമിയിൽ ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെട്ട് തകർന്നു പോകാൻ സാധ്യതയുള്ള ഞങ്ങളുടെ ജീവൻ, ഞങ്ങളുടെ മക്കളെ, വരും തലമുറകള് യൗവനത്തിൽ അതിൻ്റെ സൃഷ്ടാവിനെ അറിയാനുള്ള കൃപ തരണമേ എൻ്റെ ദൈവമേ. സോളമനേക്കാൾ വലിയവനായ യേശു ഞങ്ങളെ കാണിച്ച വഴി, അത് മനസ്സിലാക്കാൻ, വിശ്വസിക്കാൻ, പിന്തുടരാൻ ഇന്ന് ഭൂമിയിൽ ഞങ്ങളോടൊത്ത് ജീവിക്കുന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.